ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇങ്ങനത്തെ ഒരു ലുക്ക് നമ്മളെങ്ങനെ അച്ചീവ് ചെയ്തതെന്ന് ഞാനിപ്പോൾ കാണിക്കാം. ഇതൊരു എത്നിക് ലുക്കാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു വോയിസ് ഓവർ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ലുക്ക് എങ്ങനെയാണ് അതിൻ്റെ മേക്കപ്പ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കുറച്ച് കൺസീലർ എടുക്കാം. കൺസീലർ ഞാനിവിടെ എടുക്കുന്നത് നാഴ്സ് എന്ന് പറയുന്നൊരു കൺസീലറാണ്. അത് നമ്മളുടെ അണ്ടർ ഐയിലും പിന്നെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള എവിടെയെങ്കിലും ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിമ്പിളൊക്കെ ഉള്ള ഏരിയയിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നാഴ്സിൻ്റെ കൺസീലറാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ബ്യൂട്ടി സ്പഞ്ച് വെച്ച് നമ്മളതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മൾ പുഷ് ചെയ്ത് വേണം കൊടുക്കാൻ. നമ്മൾ കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, കൺസീലറും ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ചേംബറിൻ്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചേംബർ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷനാണ്. ഇതൊരു സ്കിൻ ടിൻറ്റ് പോലെയാണ്, ഒരു സ്കിൻ ടിൻറ്റ് പോലെ. ഓക്കെ, ഞാൻ ഏതായാലും കുറച്ച് കൂടുതലായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ അതെല്ലാം ഈ ഭാഗത്ത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും വരുന്ന രീതിക്ക് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കൈയാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു ആയുധം. കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഷുഗറിൻ്റെ ബ്ലഷാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചീക്സിലും മൂക്കിലുമായിട്ടും ചിന്നിലുമായിട്ടും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഷുഗറിൻ്റെ ബ്ലഷാണ്, നല്ല ബ്ലഷാണ് കേട്ടോ, നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ടിൻറ്റ് അവിടെ ലാസ്റ്റ് ചെയ്തോളും. തൂത്ത് കൊടുക്കാതെ നമ്മൾ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ക്യാമറ ഇതിൽ കൂടെ നോക്കുമ്പോൾ ചിലപ്പം കുറവായിരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട് ബ്ലഷ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് കോണ്ടോർ ചെയ്യാം. അതിന് ഞാൻ എടുക്കുന്നത് ഫോറെവറിൻ്റെ കോണ്ടോർ ഇതാണ്. ഇത് സ്റ്റിക്കല്ല, ജസ്റ്റ് ഒരു നല്ലൊരു ഈ നമ്മുടെ ട്യൂബിനകത്തൊക്കെ വരുന്ന പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇത് നമ്മളിത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ആൻഡ് ഓപ്പൺ. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണം, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ കയ്യിലൊന്ന് ഇട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും.
ഇത് ഞാൻ കുറച്ച് പൊക്കിയാണ് ഇട്ടത്. അപ്പം നമ്മൾ കണ്ടോ ആ റൈറ്റ് സൈഡിൽ തന്നെ ഇടണം. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് പൊക്കിയാണ് ഇട്ടത്, അപ്പം അങ്ങനെ ഇടരുത്. പിന്നെ നമ്മുടെ എല്ലാം ഹൈ പോയിൻസിലായിട്ട് നമ്മൾ ഈ കോണ്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ആ ഇത് സ്റ്റെയിൻ അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ കുറച്ച് കൈ കൊണ്ട് തന്നെ നമുക്കത് പുഷ് ചെയ്ത് കൊടുത്താലും മതി. എല്ലായിടത്തും നല്ലതായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലൈറ്റായിട്ട് നമുക്ക് നമ്മുടെ മൂക്കിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്നൊരു ഷാർപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. മൂക്കിൽ നമുക്ക് അധികം അപ്ലൈ ചെയ്യണ്ട, പക്ഷെ കുറച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യണം. ഇപ്പോൾ എവിടെയെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കോണ്ടർ ഉണ്ടെങ്കിൽ അതും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഉപയോഗിക്കാം. ഹൈലൈറ്റർ ഒരു പ്രോഡക്റ്റാണ്, ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ഹിപ്ഡോട്ട് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. അത് നമ്മൾ നമ്മുടെ ഹൈ പോയിൻറ്റ്സിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്ലഷ് ഇടുന്നതിന് തൊട്ട് മുകളിലാണ് നമ്മൾ നമ്മുടെ ഹൈലൈറ്റർ ഇടേണ്ടത്. പിന്നെ നമ്മുടെ കണ്ടോ ബ്രിഡ്ജ് ഓഫ് ദ നോസിലിടുക. പിന്നെ കുറച്ച് ചിന്നിലായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനൊരു ലോക്കൽ ബ്രാൻഡിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് നമ്മൾ വരച്ച് കൊടുക്കുക. മറ്റേ കണ്ണിലായിട്ടും വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ണിലും ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഒന്ന് ഷേപ്പൊക്കെ, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിക്കിട്ടും. നല്ലൊരു ഡിഫൈൻഡ് ലുക്ക് നമുക്ക് വരും. അപ്പം നമ്മൾ ഐബ്രോസും ഒക്കെ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ടിരുന്നോളൂ. ഓക്കെ, ഇനി അടുത്ത് എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഐ മേക്കപ്പിലോട്ട് പോകാം. ഞാൻ ആദ്യം നമ്മളിവിടെ ഹുഡ ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ് എടുക്കുന്നത്. അതിൽ നിന്ന് നമ്മളൊരു ലൈറ്റർ ഷെയ്ഡ് ആദ്യമേ എടുക്കുക. ജസ്റ്റ് ഒന്ന് ബേസ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഐലിഡ്സിൽ മൊത്തമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രണ്ട് കണ്ണിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് ഗ്ലിറ്റിംഗ് ഒരു ഷെയ്ഡ് കൂടെ എടുത്തിട്ട് അതൊന്ന് നമ്മുടെ ഐലിഡിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് കണ്ടോ, ഇച്ചിരി ഒരു ഗ്ലിറ്റ് വരുന്നൊരു ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഐലൈനർ ഉപയോഗിക്കാം. ഐലൈനർ ഞാനിവിടെ എടുക്കുന്നത് ഫേസസിൻ്റെ കാനഡയുടെ ഒരു ഐലൈനറാണ്. ഇത് ഐ-പെൻ ആണ് കേട്ടോ, ഐലൈനർ അല്ല, ഐ-പെൻ. ഈ സ്കെച്ച് പെൻ പോലെയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ഐ ലൈനർ ഉപയോഗിക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
ഒരുപാട് ബോൾഡായിട്ട് അപ്ലൈ ചെയ്യണ്ട, കുറച്ചുകൂടെ ഒരു ബോൾഡായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് റെനി കോസ്മെറ്റിക്സിൻ്റെ ബോൾഡ് ഗ്രീൻ എന്ന് പറയുന്നൊരു ഷെയ്ഡ്, ഇതൊരു ഐ കാജലാണ്. ഇത് ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് എൻ്റെ കയ്യിലൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു കളറാണ്. അപ്പോൾ ഈ ഒരു കളറ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആ ഐലൈനർ ഇട്ടതിൻ്റെ മേലെയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഐലൈനറിൻ്റെ മേലെ ഇടുമ്പോഴാണ് അത് കാണുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഒരു ഇച്ചിരി ഒരു കളർ വന്നിരിക്കുന്നുണ്ടില്ല. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഒരു കളർ വന്നിരിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ വാട്ടർ ലൈനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. മൊത്തമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, വളരെ കുറച്ചായിട്ട് ഒരു ഇച്ചിരി ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ ഐലിഡ്സിലിട്ട് നമ്മുടെ വാട്ടർ ലൈനിലിട്ടാൽ കുറച്ച് വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, കണ്ണിൻ്റെ എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യാൻ ഇതൊന്ന് ഡ്രൈ ആവണം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഐ ഷാഡോ ഒന്ന് ഇട്ട് നമുക്ക് ജസ്റ്റ് താഴെക്കൂടെ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് വിടാം. കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഐ ഷാഡോ നമ്മൾ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, ഒരു ഡെഫിനിഷൻ വരും നമ്മുടെ കണ്ണിൽ. പിന്നെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളത് ഞാൻ വീണ്ടും ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലോ, ഇങ്ങനെയാണ് നമ്മുടെ ഐസ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യും. അത് ഞാനിവിടെ എടുക്കുന്നത് ഫേസസിൻ്റെ മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു മസ്കാരയാണ് കേട്ടോ, നല്ല വോളിമിനൈസ് ഒക്കെ തരുന്ന ഒരു മസ്കാരയാണ്. രണ്ട് കണ്ണിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ടായിട്ടുള്ളൊരു കാര്യമുണ്ട് എൻ്റെ മേക്കപ്പിൽ, അതാണ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് കാണുന്നില്ല, ഓക്കെ. ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്. ഓക്കെ, ഈ ലിപ്സ്റ്റിക്കിന് ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഷേംബറിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമുക്കെന്നാൽ അപ്പോൾ ഇനി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് പൊട്ടിടാനുണ്ട്, പിന്നെ കുറച്ച് കമ്മലൂടെ ഇടാനുണ്ട്. ഓക്കെ, വിത്ത് ദുപ്പട്ട ആൻഡ് ഓൾ ഐ വിൽ കം. ഓക്കെ ഓക്കെ അപ്പം അങ്ങനെ പൊട്ട് തൊട്ടു, ഇയറിങ്സ് ഇട്ടു, പിന്നെ ഒരു ഷോളോടെ ഇട്ടു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. കണ്ടോ,
ഐ മേക്കപ്പ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. ഒരു ഗ്രീൻ ടച്ച് ഞാൻ കൊടുത്തായിരുന്നു. ഗ്രീൻ വളയാണ് ഇട്ടിരിക്കുന്നത്. കമ്മൽ പക്ഷെ ഒരു മെറ്റാലിക് കമ്മലാണ് ഞാൻ ഇട്ടത്. Okay, so this is the final look with the earrings and bindi and one dupatta. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്ത് കൊണ്ട് നോക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ബൈ.